കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ സംസ്കാരം ഇന്ന് 11 മണിക്ക് നടക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം മുട്ടുചിറയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അല്പസമയത്തിനകം മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ പ്രതിനിധികളായ ശ്യാംപ്രസാദ് ഉത്തമനും സ്നേഹമോൾ നയനാനും ഉണ്ട് വിശദവിവരങ്ങളുമായി. ശ്യാംപ്രസാദ് ബിന്ദുവിന്റെ വീട്ടിലാണുള്ളത്. ശ്യാം, വീട്ടിലെ അവസ്ഥ നിലവിൽ എങ്ങനെയാണ്? തീർച്ചയായിട്ടും അതിദയനീയമായ ഒരു സാഹചര്യമാണ് നിലവിൽ ഇവിടെ ഉള്ളത്. പ്രത്യേകിച്ച് ആ വീട് നമുക്ക് കണ്ടതാണ്. ആ വീട് നിർമ്മാണം ഏകദേശം പാതി വഴിയിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. നിലവിൽ ആ വീട്ടിൽ നിന്ന് ഒരു കുഴിയിലാണ് ആ വീട്. അവിടെ നിന്ന് മുകളിലേക്ക് വന്ന് തൊട്ടിപ്പുറത്താണ് ഈ പൊതുദർശനം മറ്റുമൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഏകദേശം ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. അതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ സംസ്കാര ചടങ്ങും ഒരുക്കിയിട്ടുള്ളത്. പ്രധാനമായിട്ടും ഇവിടെ മൃതദേഹം ഈ വീട്ടിലേക്ക് ഒരല്പ സമയത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് എത്തിക്കും. അതിനുശേഷം ഇവിടെ പൊതുദർശനവും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച ശേഷം 11 മണിയോടുകൂടി തൊട്ടപ്പുറത്തേക്ക് ഒരുക്കിയിട്ടുള്ള ചിതയിലാണ് സംസ്കാരം. നിലവിൽ ഇങ്ങോട്ടേക്ക് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. ബന്ധുവിൻ്റെ ഭർത്താവ് വിഷ്ണുധൻ അല്പം മുമ്പ് സംസാരിക്കുകയും ചെയ്തു. ആ കെട്ടിടം ശുചിമുറി ഉൾപ്പെടെയുള്ള അത് കൃത്യമായ രീതിയിൽ ആളുകൾ ആ വാർഡിലുള്ളവർ ഉപയോഗിച്ചിരുന്നതാണ്. അത് ഉപയോഗിച്ചിരുന്നില്ല എന്ന് പറയുന്നത് ആരെ പറ്റിക്കാനാണ് എന്നതാണ് അദ്ദേഹം ചോദിച്ചത്. സംഭവിച്ചു, അത് അവർക്ക് അംഗീകരിച്ചു കൂടെ എന്നതാണ് മറ്റൊരു കാര്യം. പ്രധാനമായിട്ടും ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളാണ് ഇവിടെയുള്ളവരൊക്കെ. അവരൊക്കെ പോലെയുള്ള ആളുകൾക്ക് സമീപിക്കാൻ പറ്റുന്ന ആശുപത്രിയാണ് ഈ പറയുന്ന കോട്ടയം മെഡിക്കൽ കോളേജ് പോലെയുള്ള സംവിധാനമാണ് അവർ ഉപയോഗിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ബിന്ദുവിന് തൻ്റെ ജീവൻ തന്നെ നൽകേണ്ടി വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. തീർച്ചയായിട്ടും പ്രതിച്ഛായ നഷ്ടപ്പെടുമെന്ന ഭയത്തിൽ ആ വാശിയിൽ തുടരാതെ ഈ കാര്യം തുറന്ന് സമ്മതിക്കുന്നതാണ് നല്ലത്. അത് പ്രതിച്ഛായ വർദ്ധിപ്പിക്കുകയുള്ളൂ എന്ന നഗ്നസത്യം അവർക്ക് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു ശ്യാം.